വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഫങ്ഷൻസ്. ഇപ്പോൾ ഫങ്ഷൻസ് എങ്ങനെ ഒരു പ്രോഗ്രാമിനകത്ത് എഴുതാം, അല്ലെങ്കിൽ അതെങ്ങനെ കോൾ ചെയ്യാം, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫങ്ഷൻസ് എന്നുള്ളത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അത് പല ടൈപ്പിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് ഉള്ള പ്രോഗ്രാം കോംപ്ലക്സിറ്റി ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു വലിയൊരു ടാസ്ക് ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് സബ് ഫങ്ഷനാക്കി ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം കോംപ്ലക്സിറ്റി ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ഫങ്ഷൻ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ എങ്ങനെ കോൾ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൊന്ന് നോക്കാം. ഫങ്ഷൻസ് ഇൻ സി പ്രോഗ്രാമിനകത്ത് ഫങ്ഷൻ്റെ യൂസേജ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ഫങ്ഷൻസ് യൂസ് ചെയ്യുക. ഇപ്പോൾ വലിയൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് സബ് ഫങ്ഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നോർമലി നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഒരു സിംഗിൾ ഫങ്ഷൻ എഴുതും, അതായത് ഒരു മെയിൻ ഫങ്ഷൻ എഴുതും. ആ മെയിൻ ഫങ്ഷനുള്ളിലാണ് കംപ്ലീറ്റ് കോഡ് എഴുതിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഓരോ ഫങ്ഷനാലിറ്റി എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. സോ എ ലാർജ് പ്രോഗ്രാം ഇൻ സി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു മെനി സബ് പ്രോഗ്രാംസ്. ദ സബ് പ്രോഗ്രാംസ് പ്രോസസ് എ സെൽഫ് കണ്ടെയ്ൻഡ് കോഡ് ആൻഡ് വെൽ ഡിഫൈൻഡ് പർപ്പസ്. അപ്പോൾ ഇതിനകത്ത് ഓരോ സബ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സബ് പ്രോഗ്രാംസ് അതിൻ്റേതായ പർപ്പസ് ഉണ്ടാകും, അതിൻ്റേതായ കോഡ് ഉണ്ടായിരിക്കും. ഇതിന് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു പ്രാവശ്യം ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫംഗ്ഷനെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്ത് അതിനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഒരേ കാര്യം തന്നെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ദ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് ആസ് എ ഫംഗ്ഷൻ. ബേസിക്കലി ദി ജോബ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ടു ഡു സംതിങ്. സി പ്രോഗ്രാം കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ഫംഗ്ഷൻ വിച്ച് ഈസ് ദി മെയിൻ ഫംഗ്ഷൻ. അതായത് മെയിൻ ഇല്ലാണ്ട് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷന് എന്തായാലും ഒരു സി പ്രോഗ്രാമിനകത്ത് അത്യാവശ്യമായിട്ടും വേണം. അപ്പോൾ ആ മെയിനകത്ത് വരുന്ന ലോജിക്ക് നിങ്ങൾ എന്ത് ചെയ്യും, കോംപ്ലിക്കേറ്റഡ് ലോജിക്ക് വരികയാണെങ്കിൽ നിങ്ങളത് സബ് ഫംഗ്ഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ സബ് പ്രോസസ് ആയിട്ട് അല്ലെങ്കിൽ സബ് പ്രോഗ്രാം ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യും. ആ മെത്തേഡാണ് ഫങ്ഷൻസ് വെച്ചിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ബേസിക്കായിട്ട് രണ്ട് ടൈപ്പ് ഫങ്ഷൻസ് ആണ് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാലും വരുന്നത്. ഫസ്റ്റ് വൺ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും ദെൻ ലൈബ്രറി ഫംഗ്ഷനും. ലൈബ്രറി ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ആദ്യം പറയാം. ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതർവൈസ് കോൾഡ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. അതായത് കമ്പൈലറിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യുക എന്നുള്ളത് അതിന് കോഡ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ രണ്ടാമത് കോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ സിംപ്ലി ആ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിൻ്റ് എഫ് എന്നുള്ള ഫംഗ്ഷന്, അതായത് മോണിറ്ററിനകത്തോട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രിൻ്റ് എഫ്. അപ്പോൾ ഈ പ്രിൻ്റ് എഫ് എന്താണ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പ്രോഗ്രാമിംഗ് കോഡ് നിങ്ങൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ സിംപ്ലി ആ പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യമൊക്കെ ഓൾറെഡി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സ്കാൻ എഫ് ഫംഗ്ഷന്. ഇനി ഒരു നമ്പറിൻ്റെ പവർ കാണാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് POW ഫംഗ്ഷന്. അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൻ്റെ സീൽ വാല്യൂ കാണാൻ, അതുപോലെ സ്ക്വയർ റൂട്ട് കാണാൻ SQRT എന്നുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ കേസിൽ strlen ഫംഗ്ഷൻ പറഞ്ഞു, strcat ഫംഗ്ഷൻ പറഞ്ഞു. അങ്ങനെ ഡിഫറെൻറ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് സി പ്രോഗ്രാമിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ കോഡ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് രണ്ടാമത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസറാണ് അതിൻ്റെ കോഡ് എഴുതുന്നത്. യൂസറിന് ഇഷ്ടമുള്ള ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതിന് എക്സാമ്പിളാണ് മെയിൻ. നമ്മളൊരു മെയിൻ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ മെയിൻ എന്നുള്ളത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അല്ല. അതിനുള്ളിൽ വരുന്ന കോഡ് യൂസറാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെയിൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം. അതുപോലെ നിങ്ങൾക്ക് രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആഡ് എന്നുള്ള ഫംഗ്ഷൻ വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് യൂസർ അതിന് കറസ്പോണ്ടിങ് കോഡ് എഴുതേണ്ടി വരും. അതുപോലെ രണ്ട് നമ്പറിൻ്റെ സമ്മ് കാണാൻ നിങ്ങൾക്ക് ഫൈൻഡ് സം എന്നുള്ളൊരു ഫംഗ്ഷൻ വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ യൂസറിന് ഇഷ്ടമുള്ള ഒരു പേര് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു
സാമ്പിൾ എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം, ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഒരു ചെറിയൊരു പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം, ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള. ഇവിടെ മെയിൻ ഫംഗ്ഷനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് എഫ് വെൽക്കം എന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാം. അതിനുശേഷം ഞാനൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. സേ ഹലോ എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഇത് ആർഗ്യുമെൻ്റ് ഒന്നും നമ്മൾ പാസ് ചെയ്യുന്നില്ല, അതുപോലെ റിട്ടേൺ ടൈപ്പും ഇല്ല. അതിനുശേഷം എഗെയിൻ ഞാൻ വേറൊരു പ്രിൻ്റ് എഫും കൂടി യൂസ് ചെയ്യാണ്. പ്രിൻ്റ് എഫ് ഗുഡ് എന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്തു. എഗെയിൻ ഞാൻ വീണ്ടും ആ സെയിം ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യാണ്. സേ ഹലോ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സേ ഹലോ എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്, ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മെയിൻ്റെ മേലെ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ആർഗ്യുമെൻറ്റും ഒന്നുമില്ല. അപ്പോൾ മെയിൻ എഴുതുന്ന പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി ആ ഫംഗ്ഷൻ എന്താ ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ എഴുതി കൊടുക്കണം. ഒന്നുമില്ല, ജസ്റ്റ് ഹലോ എന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനുള്ള ലോജിക്കാണ് ഇതിനുള്ളിൽ നമ്മൾ എഴുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹലോ എന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, എന്താണ് ഔട്ട്പുട്ട് വരിക എന്നുള്ളത് നോക്കാം. ഇതിന് ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക മെയിൻ തൊട്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെയിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനാണ്. ആ വെൽക്കം ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം സേ ഹലോ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പോൾ സേ ഹലോ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കൺട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വരും. ഇതിനുള്ളിൽ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്തു, ഹലോ എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്തു. അതാണ് ഇവിടെ ഔട്ട്പുട്ടിൽ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം കൺട്രോൾ ഇങ്ങോട്ടാണ് വരും, അടുത്ത ലൈനിലോട്ട് വരും. അടുത്ത ലൈനിൽ ഗുഡ് എന്നുള്ള മെസ്സേജാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്, അതിവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് സൈഡിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സേ ഹലോ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഈ ഫംഗ്ഷന് എക്സിക്യൂട്ട് ആകും. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ ഹലോ എന്നുള്ള മെസ്സേജ് അവിടെ പ്രിൻ്റ് ആകും. ഓക്കെ, ഇങ്ങനെ എത്ര ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിനകത്ത് എഴുതി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ കൂടി വേണമെങ്കിൽ എഴുതി കൊടുക്കാം. സേ ബൈ എന്നുള്ളൊരു മെസ്സേജ് എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കറസ്പോണ്ടിങ് ഫംഗ്ഷനോടെ എഴുതി കൊടുക്കണം. തൽക്കാലം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ്റെ പേര് ബൈ എന്നാക്കാം. ദെൻ ഒരു ഗുഡ് ബൈ എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇതിന് ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഗുഡ് ബൈ എന്നുള്ള മെസ്സേജ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് സേ ഹലോ എന്നുള്ള ഫംഗ്ഷനും അതുപോലെ സേ ബൈ എന്നുള്ള ഫംഗ്ഷനും. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് മെയിൻ എന്നുള്ള ഫംഗ്ഷനാണ്. ഈ മെയിൻ എന്നുള്ള ഫംഗ്ഷനാണ് അങ്ങോട്ട് കോളിങ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് തിരിച്ച് സ്ലൈഡിലോട്ട് തന്നെ വരാം. ഇവിടെ ഈ എക്സാമ്പിളിനകത്ത് നമ്മൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാനുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് വണ് വോയിഡ് മെയിൻ, ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഇതിനെ പറയുന്ന പേരാണ് കോളിംഗ് ഫംഗ്ഷന്. അതായത് ഇവിടെ നമ്മൾ മെയിനിൽ നിന്ന് സ്ക്വയർ എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ സ്ക്വയർ എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ മെയിനെ പറയുന്ന പേരാണ് കോളിംഗ് ഫംഗ്ഷന്. സ്ക്വയർ എന്നുള്ളത് കോൾഡ് ഫംഗ്ഷനാണ്. അതായത് ഈ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇവിടുന്ന് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ ഫംഗ്ഷനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇൻറ്റ് സ്ക്വയർ ഓഫ് ഇൻറ്റ്, ഇതിനെ പറയുന്ന പേരാണ് പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയും. അതായത് നിങ്ങളൊരു മെയിൻ ഫംഗ്ഷൻ്റെ താഴെയാണ് നിങ്ങളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ തൊട്ട് പ്രോഗ്രാം എഴുതി തുടങ്ങി, ബ്രാക്കറ്റോടെ മെയിൻ ക്ലോസ് ചെയ്തു, അതിന് താഴെയാണ് നിങ്ങൾ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ മെയിനോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരാനുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ ഇതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതിനാണ് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുള്ളത്. ഇനി അതല്ല നിങ്ങൾ ഈ മെയിൻ്റെ മേലെ, അതായത് ഹാഷ് ഇൻക്ലൂഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ലൈന് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ലൈനിനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അതായത് ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഒരു റിട്ടേൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇൻറ്റ് ഉണ്ട്, ദെൻ ഫംഗ്ഷൻ്റെ പേര് സ്ക്വയർ എന്നാണ്, ദെൻ അതിന് ആർഗ്യുമെൻ്റ് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആർഗ്യുമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ ഉണ്ട്, സോ ഇൻറ്റ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്തു, ഒരു നമ്പർ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഇവിടെ ബ്രാക്കറ്റിൽ നമ്മളൊരു വാല്യൂ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലൈൻ എത്തിക്കഴിഞ്ഞാൽ കൺട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും.
ഇങ്ങോട്ട് ജമ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു വാല്യൂ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ റീഡ് ചെയ്യുന്ന നമ്പറാണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അത് ഇവിടെ റിസീവ് ചെയ്യാൻ എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ആ വാല്യൂവിനെ പറയുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഓർ ആക്ച്വൽ പാരാമീറ്റർ എന്നും പറയും. ഇവിടെ റിസീവ് ചെയ്യാൻ ഒരു എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. അയാളെ പറയുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ് ഓർ ഫോർമൽ പാരാമീറ്റർ. അപ്പോൾ ഇവിടുന്ന് എന്താണോ വാല്യൂ അങ്ങോട്ട് പാസ് ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും അങ്ങോട്ട് എത്തുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 എന്നുള്ള വാല്യൂ ആണ് നമ്മിനകത്തോട്ട് റീഡ് ചെയ്തതെങ്കിൽ ആ 10 ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സിനകത്തോട്ട് 10 എന്നുള്ള വാല്യൂ വരും. ഓക്കെ, ഇനി കൺട്രോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എസ് എന്നുള്ളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ദെൻ എസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്. ഇവിടെ റിസീവ് ചെയ്യുന്ന വാല്യൂ 10 ആണെങ്കിൽ 10 ഇൻറ്റു 10 കാണും. ദാറ്റ് ഈസ് 100. ആ 100 എസിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ദെൻ ആ വാല്യൂ ആണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ 100 എന്നുള്ള വാല്യൂ ആണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുക. എസിനകത്ത് 100 ഉണ്ട്, അതാണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുക. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നേരെ പോകുന്നത് എസ് ക്യൂ എന്നുള്ള വേരിയബിളിനകത്തോട്ടാണ് അസൈൻ ചെയ്യുക. കാരണം എസ് ക്യൂ ഈക്വൽ ടു സ്ക്വയർ ഓഫ് നം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ, റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യണം. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടുന്ന് എസ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്, ആ വാല്യൂ നേരെ എസ് ക്യൂലോട്ട് വരും. അപ്പോൾ ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ടൈപ്പാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റ് എന്ന് പറയാൻ കാരണം. ഇനി അതല്ല ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണെങ്കിൽ, ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് റിസൾട്ട് ആയിരിക്കും. അതിവിടെ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എസ് ക്യൂവിനകത്ത് സ്ക്വയർ വന്നിട്ടുണ്ട്, ആ വാല്യൂ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടേംസ്. മെയിൻ ആണ് കോളിംഗ് ഫംഗ്ഷന്, സ്ക്വയർ എന്നുള്ളത് കോൾഡ് ഫംഗ്ഷനാണ്. ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഓർ ആക്ച്വൽ പാരാമീറ്റർ. ഇവിടെ റിസീവ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ് ഓർ ഫോർമൽ പാരാമീറ്റർ. ഈ ലൈൻ എന്ന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഓക്കെ, മെയിനായിട്ടും 4 ടൈപ്പ് ഫംഗ്ഷൻസ്, നിങ്ങൾക്ക് 4 രീതിയിൽ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ആർ എ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ, എ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ, എ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേണിംഗ് നോ വാല്യൂ, എ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേണിംഗ് എ വാല്യൂ. ഇങ്ങനെ 4 രീതിയിൽ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യാം. ഇതിനൊക്കെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് കേസിൽ എ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂവിനാണ് ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയാം. ഇവിടെ എഴുതുന്ന സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂ ആണ് റിട്ടേൺ ടൈപ്പ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്, അതുകൊണ്ടാണ് ഇവിടെ എം ടി ആയിട്ടുള്ള ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നോ റിട്ടേൺ വാല്യൂ, അതുകൊണ്ടാണ് ഇവിടെ വോയിഡ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ സ്ട്രക്ചർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോയിഡ് സ്ക്വയർ ഓഫ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സാമ്പിൾ പ്രോഗ്രാം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. ദെൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും, സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എസ് നമ്മൾ എന്നുള്ള 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഒരു നമ്പർ റീഡ് ചെയ്യുന്നുണ്ട്. ദെൻ എസ് ഈക്വൽ ടു നമ്പർ ഇൻറ്റു നമ്പർ. ആ വാല്യൂ കിട്ടുന്ന വാല്യൂ ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്തു, ഒന്നും റിട്ടേൺ ചെയ്യണമൊന്നുമില്ല. അതുകൊണ്ടാണ് എ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്ന് പറയാൻ കാരണം. ഇനി സെക്കൻഡ് കേസിൽ എ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് എ റിട്ടേൺ വാല്യൂ. ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ഉണ്ട്, പക്ഷേ ആർഗ്യുമെൻ്റ് ഇല്ല, പക്ഷേ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള വാല്യൂ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റ് എന്ന് പറയാൻ കാരണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇൻറ്റാണ് റിട്ടേൺ ടൈപ്പ്. ആർഗ്യുമെൻ്റ് ആയിട്ട് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല, ബ്രാക്കറ്റിൽ എം ടി ആണ്. അപ്പോൾ ഇവിടെ എസ് ക്യൂ എന്നുള്ള വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, എക്സാമ്പിൾ പ്രോഗ്രാം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. ദെൻ എസ് ക്യൂ ഈക്വൽ ടു സ്ക്വയർ ഓഫ്, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്പർ റീഡ് ചെയ്യുന്നുണ്ട്, ആ നമ്പറിൻ്റെ സ്ക്വയർ കാണും. സ്ക്വയർ എന്ത് ചെയ്യും, എസ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ദെൻ ആ എസിൻ്റെ വാല്യൂ എന്താണോ വന്നിട്ടുള്ളത് അത് ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈ എസ് ക്യൂ എന്നുള്ള വേരിയബിളിനകത്തോട്ടാണ് സ്റ്റോർ ആവുക. ദെൻ ആ എസ് ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിനകത്തോട്ട് നമ്പർ റീഡ് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്, പക്ഷേ റിട്ടേൺ ചെയ്തിട്ട് മെയിൻ്റെ ഉള്ളിലാണ് റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. സോ എ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ബട്ട് റിട്ടേൺ ടൈപ്പ്. അതാണ് സെക്കൻഡ് കേസ്. ഇനി നിങ്ങൾക്കൊരു പ്രോഗ്രാമിനകത്ത് എത്ര ആർഗ്യുമെൻറ്റ് വേണമെങ്കിലും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു സിംഗിൾ വാല്യൂ മാത്രമേ ഫംഗ്ഷനുള്ളിൽ നിന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. അപ്പോൾ നോ റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ വോയിഡ് ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോയിഡ് ആയിരിക്കും, ഒന്നും ഈ ഫംഗ്ഷനുള്ളിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നില്ല. ബട്ട് ദർ ഈസ് സം ആർഗ്യുമെൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ആർഗ്യുമെൻറ്റ്, 2 വാല്യൂസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്.
ബ്രാക്കറ്റിനുള്ളിൽ രണ്ട് വാല്യൂസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആഡ് ഓഫ് 10,20 രണ്ട് വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10നെയും 20നെയും ഇവിടെ റിസീവ് ചെയ്യാൻ എക്സും വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിൾ ഉണ്ട്. സോ എക്സ് ഈക്വൽ ടു 10 ആകും, വൈ ഈക്വൽ ടു 20 ആകും. ദെൻ എസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ആ റിസൾട്ട് ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്തു, ഒന്നും ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വോയിഡ് എന്ന് കൊടുക്കാൻ കാരണം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഇനി നാലാമത്തെ ടൈപ്പ് പറയുന്നത് എ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂസ്. ആർഗ്യുമെൻറ്റ്സും ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് പാസ് ചെയ്യുന്നത്. എയും ബിയും വാല്യൂസ് ഇവിടെ റീഡ് ചെയ്യുന്നുണ്ട്. ആ എയും ബിയും റീഡ് ചെയ്ത വാല്യൂസ് ആണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ ആകും, വൈ ഈക്വൽ ടു ബിയും ആകും. ദെൻ ഇവിടെ സമ്മ് കാണും, കിട്ടുന്ന സമ്മാണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. അത് എസ്സിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ദെൻ ആ എസ് ഇവിടെ പ്രിൻ്റ് ചെയ്യും. സം ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി കോമ എസ് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എത്ര നമ്പേഴ്സ് വേണമെങ്കിലും അങ്ങോട്ട് പാസ് ചെയ്യാം. അത്രയും വേരിയബിൾസ് നിങ്ങളിവിടെ ഡിക്ലെയർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. റിട്ടേൺ ടൈപ്പായിട്ട് ഒരു സിംഗിൾ വാല്യൂ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പിലാണ് ഫങ്ഷൻസ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഇനി 2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദി ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് എ ഫംഗ്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു പെർഫോം ഓൾ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് യൂസിങ് സെപ്പറേറ്റ് ഫംഗ്ഷൻസ്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങളും സെപ്പറേറ്റ് 4 ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതും അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. നമ്മുടെ എക്സാമ്പിൾ പ്രോഗ്രാമിനകത്ത് ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യന് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യന്. ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻ്റ് ആൻഡ് വിത്ത് റിട്ടേൺ ടൈപ്പ് രീതിയിൽ ചെയ്തു നോക്കാം. 4ാമത്തെ മെത്തേഡിൽ ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യാം. ഫസ്റ്റ് ഒരു നമ്പർ ഫസ്റ്റ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയലാണോ കാണേണ്ടത് ആ നമ്പർ കീബോർഡിൽ നിന്ന് ഫസ്റ്റ് റീഡ് ചെയ്യാം. സോ പ്രിൻ്റ് ഓഫ് എൻ്റർ ദ നമ്പർ. യൂസറിനോട് നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കാം. സോ സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി കോമ ആമ്പർസാൻഡ് എൻ. നമുക്ക് ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണണം. അപ്പോൾ ഫാക്ടോറിയൽ കാണാൻ നമുക്കൊരു കാര്യം ചെയ്യാം, ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഫംഗ്ഷൻ കോൾ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു ഫാക്റ്റ് എന്നുള്ളൊരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യാം. സോ ഫാക്റ്റ് ഈക്വൽ ടു നമുക്ക് ഫാക്ടോറിയൽ കാണാൻ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. ആർഗ്യുമെൻ്റായിട്ട് ആ നമ്പറിന് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫംഗ്ഷനെ നമുക്ക് ഇവിടുന്ന് കോൾ ചെയ്തിട്ടുണ്ട്. കോൾ ചെയ്ത് ആ ഫംഗ്ഷൻ അവിടുന്ന് എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ത് ചെയ്യും, ഈ ഫാക്റ്റ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഫംഗ്ഷൻ്റെ പേര് ഫാക്ടോറിയൽ എന്നാണ്. ആർഗ്യുമെൻ്റ് ആയിട്ട് അവിടുന്ന് ഒരു വേരിയബിൾ വരുന്നുണ്ട്, അതിനെ നമുക്ക് തൽക്കാലം എക്സ് ആയിട്ട് റിസീവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എൻ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യാം. എഫ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ലൂപ്പ് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഐ എന്നുള്ളൊരു വേരിയബിളും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർ ഫാക്ടോറിയൽ കാണാനുള്ള ലോജിക്ക് എഴുതാം. ഫോർ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വരെ പോകണം. ഐ പ്ലസ് പ്ലസ് എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ. ഇതാണ് ഫാക്ടോറിയൽ കാണാനുള്ള ലോജിക്ക്. എന്നിട്ട് ഇവിടെ എഫിനകത്ത് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫിനകത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടോറിയൽ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ എഫ്. അപ്പോൾ ഇവിടുന്ന് എഫ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഫാക്ട് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ആകും. നമുക്കിവിടെ ആ വാല്യൂ പ്രിൻ്റ് ചെയ്യിക്കാം. പ്രിൻ്റ് ഓഫ് ദ ഫാക്ടോറിയൽ ഈസ് പെർസെൻറ്റേജ് ഡി കോമ ഫാക്റ്റ്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 120 റിസൾട്ട് വന്നിട്ടുണ്ട്. എൻ്റർ ദ നമ്പർ 4 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 24. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ നമ്മൾ ചെയ്തത് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻ്റ് ആൻഡ് വിത്ത് റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആണ്. ആർഗ്യുമെൻ്റ് എക്സ് എന്നുള്ള വാല്യൂ ആണ് ഇങ്ങോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് ഇവിടെ റിസീവ് ചെയ്യുന്നത്. ഇവിടെ എന്നിൻ്റെ വാല്യൂ ആണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ മെയിൻ്റെ മേലെ എഴുതാം, ഇതുപോലെ എഴുതിയ പോലെ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ മെയിൻ്റെ താഴെ എഴുതാം, തെറ്റൊന്നുമില്ല. ഇവിടെ എഴുതുകയാണെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ മെയിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രോട്ടോടൈപ്പ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇൻറ്റ് ഫാക്ടോറിയൽ ഓഫ്, ഫംഗ്ഷൻ്റെ പേര് ഫാക്ടോറിയൽ എന്നാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദെൻ ഇൻറ്റ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് മെയിനിന് പറഞ്ഞു കൊടുക്കണം, കാരണം മെയിനിന് ശേഷമാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. 500 ചെയ്ത് കഴിഞ്ഞാൽ 120 നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിഫറെൻ്റ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ്. ഇത് നമുക്ക് നാലാമത്തെ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം, അതായത് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റും വിത്ത് റിട്ടേൺ ടൈമും. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യാം. എയും ബിയും വാല്യൂസ് വേണം. റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ RES എന്നുള്ള വേരിയബിൾ വേണം. ഓക്കെ, ഇനി യൂസറോട് 2 നമ്പർ ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കാം. പ്രിൻ്റ് ഓഫ് എൻ്റർ ദ നമ്പേഴ്സ്, 2 നമ്പർ ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കാം. സ്കാൻഎഫ്, 2 നമ്പേഴ്സാണ് റീഡ് ചെയ്യേണ്ടത്. സോ സ്കാൻഎഫ് %d, %d 2 നമ്പേഴ്സാണ്, ആമ്പർസാൻഡ് എ, ആമ്പർസാൻഡ് ബി, 2 നമ്പേഴ്സ് റീഡ് ചെയ്തു. ഇനി നമുക്ക് അഡീഷൻ പെർഫോം ചെയ്യാൻ അതിനുള്ള കറസ്പോണ്ടിങ് ഫംഗ്ഷൻ കോൾ ചെയ്യാം. സോ റിസൾട്ട് ഈക്വൽ ടു, നമുക്ക് ആഡ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാം. യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ആർഗ്യുമെൻ്റ് ആയിട്ട് എയും ബിയും ആണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. നമുക്ക് ആ റിസൾട്ട് ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ഓഫ് ദ റിസൾട്ട് ഓഫ് അഡീഷൻ ഈസ് %d, ഒരു ന്യൂ ലൈനും കൊടുക്കാം, റിസൾട്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫംഗ്ഷൻ എല്ലാം കോൾ ചെയ്യണം. തൽക്കാലം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. നമുക്ക് ഇത് സബ്ട്രാക്ഷന് സബ് എന്ന് പേര് കൊടുക്കാം, മൾട്ടിപ്ലിക്കേഷന് മൾ എന്ന് പേര് കൊടുക്കാം, ഡിവിഷന് div എന്നും കൊടുക്കാം. ഓക്കെ, ഇനി ആ ഫങ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. സോ ആഡ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ഇൻ്റ് ആണ്. ഫംഗ്ഷൻ്റെ പേര് ആഡ് എന്നാണ്. ആർഗ്യുമെൻ്റ് ആയിട്ട് അവിടുന്ന് 2 നമ്പേഴ്സാണ് വരുന്നത്. സോ ഇൻറ്റ്, നിങ്ങൾക്ക് എ തന്നെ പേര് വേണമെങ്കിൽ കൊടുക്കാം, തെറ്റൊന്നുമില്ല. ഇൻറ്റ് എ, ഇൻറ്റ് ബി തന്നെ കൊടുക്കാം. പക്ഷേ ഇവിടെ ഈ എയും ഇവിടുന്ന് പാസ് ചെയ്യുന്ന എയും രണ്ടും ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ എ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എക്സും വൈയും കൊടുക്കാം. എയും ബിക്കും പകരം എക്സും വൈയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഇൻറ്റ് ആർ എന്ന് പറഞ്ഞ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. സോ ആർ ഈക്വൽ ടു a + b റിട്ടേൺ ആർ. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന ഈ റിസൾട്ട് എന്ത് ചെയ്യും, അത് ഈ RES എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ആകും. ദെൻ ആ റിസൾട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്യും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ നമുക്ക് എഴുതാം. അപ്പോൾ 4 ഫംഗ്ഷനും ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സബ്ട്രാക്ഷന് ഇത് എഴുതാം. ദെൻ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് a × b ആണ്. അതുപോലെ തന്നെ ഡിവിഷന് വേണ്ടിയിട്ട് div a/b. ഇവിടെ ഇൻറ്റിജർ, 2 ഇൻറ്റിജർ നമ്പേഴ്സാണ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ഇൻറ്റിജറിലാവും വരിക. അപ്പോൾ അതിനെ നിങ്ങൾ ഫ്ലോട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയൊക്കെ വേണം. തൽക്കാലം ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നില്ല. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ റിസൾട്ട് ഓഫ് അഡീഷൻ എഴുതിയിട്ടുണ്ട്, റിസൾട്ട് ഓഫ് സബ്ട്രാക്ഷൻ, ദെൻ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ റിസൾട്ട് ഓഫ് ഡിവിഷൻ. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പേഴ്സ്, നമുക്ക് 30ഉം 15ഉം കൊടുത്തു നോക്കാം. The result of addition is 45, the result of subtraction is 15, the result of multiplication is 450, 30 × 15. അതുപോലെ the result of division is 2. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ ഇതെല്ലാം സെപ്പറേറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫങ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ,
അപ്പോൾ തൽക്കാലം ഫംഗ്ഷൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഒരു ഫംഗ്ഷനുള്ളിലോട്ട് അറേ എങ്ങനെ പാസ് ചെയ്യാന്നുള്ള മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.